മേശരി അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ല. ഒരിക്കൽ ജയിലിൽ കിടന്നവനെ സ്വന്തം വീട്ടുകാർ പോലും അടുപ്പിക്കുകയല്ല. ഇവിടെ നിന്ന് ഒരാൾ പുറത്തു പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, എനിക്കത് മതി. ശരി എന്നാ സാറേ. അലക്സേ, തന്റെ പരോള് സെൻട്രൽ ജയിലിൽ മുഴുവൻ ആഘോഷമാക്കിയല്ലോ. ഇതാദ്യമായിട്ടാ പാട്ടും ഡാൻസുമായിട്ട് ഇങ്ങനൊരു പരോള്. ഹാപ്പി ആണല്ലോ? ഓ, സാറന്മാർ ചെയ്തെന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് സാറേ. എടോ, ജയിലിൽ വിശ്വസ്തരായ തടവുകാർക്ക് ഞങ്ങൾ ഉദ്യോഗസ്ഥർ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. ഓ, സമയം കളയണ്ട, വിട്ടോ. ഓ, അപ്പൊ ഞാൻ പോയിച്ചു. ആ, സാറേ പരോളാതെ. അലക്സേ, പറയണ്ടല്ലോ, കൃത്യസമയത്ത് തന്നെ കേറിയേക്കണേ. അങ്ങോട്ട് പോണ സന്തോഷം ഇങ്ങോട്ട് വരുമ്പോഴും കാണണം. ഓ, അറിയാം. നമ്മൾ ചുറ്റിപ്പോയി. സാറേ പോയിച്ചു വരാം. അലക്സിന്റെ കുറച്ചോട്ടെ. ആ, കുറച്ചോ. അതെ സാർ. ഓക്കെ സാർ. അലക്സ്, ഒരു മിനിറ്റ്, സൂപ്രണ്ട് സാറ് വിളിക്കുന്നു. വേഗം ചെല്ല്. സാറേ, ഞാൻ എല്ലാം റെഡിയായി കാലെടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴാണ് സാറ് വിളിപ്പിച്ചത്. അലക്സിനെ ഞാൻ വിളിപ്പിച്ചത്. സാറേ, എന്നാ പറഞ്ഞാലും ഞാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഷൂ പോളിഷ് ചെയ്യാനോ ഷർട്ട് തേക്കാനോ ഫയൽ എന്നെങ്കിലും എടുത്ത് മാറ്റി വെക്കാനോ ഉണ്ടെങ്കിൽ പറ സാറേ, ഞാനത് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ക്വാർട്ടേഴ്സിൽ എന്തെങ്കിലും പണിയുണ്ടോ സാറേ? അതൊന്നും വേണ്ട അലക്സേ. പിന്നെ എന്നാ സാർ? അലക്സിന്റെ പരോൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഫാക്സ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. റദ്ദാക്കിയത് തന്റെ മോനാണ്. ചില സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി പരോൾ റദ്ദാക്കപ്പെടാം. കാരണം ഇറങ്ങാൻ പോകുന്ന പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണി ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ പുറത്തുള്ള ആർക്കെങ്കിലും ഇയാൾ ഒരു ഭീഷണി ആവുന്നുണ്ടെങ്കിലോ പരോൾ റദ്ദാക്കപ്പെടാം. ഇവിടെ ഇപ്പോ നിന്റെ മകനാണ് അത് ചെയ്തത്. ഉള്ളതാണോ സാറേ? ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ പേര് വല്ലവനും കള്ളവപ്പെട്ട് കൊടുത്താണെങ്കിലും? ഓ, അങ്ങനെയൊന്നും ആകത്തില്ലല്ലേ. സാറന്മാരിപ്പോൾ എനിക്കെതിരായിട്ടൊന്നും ചെയ്യത്തില്ല. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് സെല്ലിലോട്ട് പോവുക. ഈ ഉടുപ്പെല്ലാം അഴിച്ചങ്ങ് കൊടുക്കണമല്ലോ. അവൻ തന്നെയല്ലേ? സാർ, കഷ്ടമായിപ്പോയി. എൻ്റെ സർവീസിൽ ഇത്രയും വിഷമിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല സാറേ, അയാളുടെ മകൻ അത്രയ്ക്ക് കുഴപ്പമാണോ? ആയിരിക്കാം. എന്തായാലും മകന് ഭീഷണിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നാൽ എന്താ ചെയ്യുക? മേശരി, ഇത്ര പെട്ടെന്ന് പറളെഴുതി തിരിച്ചു വന്നാ? എന്തോന്നായിരുന്നു പുകില്, ഡാൻസും പാട്ടും അല്ലേടാ? വീഡിയോയിലെ കൂട്ടുന്നിട്ടാ ഉണ്ടെങ്കിൽ ഒന്ന് തരണേ. എന്താ നോക്കണത്?
ക്യാമ്പിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ? ഓ സർ. നടപടികൾ എത്രയും വേഗത്തിലാക്കണം, വെച്ച് ലേറ്റാക്കരുത്. ഓക്കെ. ആ അലക്സേ, എന്നാ സാറേ വിളിപ്പിച്ചേ? ആരായി അബ്ദു? നാട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരനാ. അയാളൊരു വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചു. കുറച്ചു മുമ്പ് അത് കൺഫേം ചെയ്തു. അലക്സ് വിഷമിക്കരുത്. ഇന്ന് രാവിലെ അലക്സിൻ്റെ പെങ്ങൾ കത്രീന മരിച്ചു. ഇന്ന് തന്നെ അടക്കുന്നാണ് അബ്ദു പറഞ്ഞത്. എസ്കോട്ട് വരാനുള്ള അപേക്ഷ ഇതാണ്. എന്നിട്ട് അലക്സ് പോയി പെങ്ങളെ കണ്ടിട്ടു. ഹലോ. ആ സർ. ഓക്കെ ഓക്കെ സർ. ശരി സർ. അത് എസ്കോർട്ട് ഡ്യൂട്ടിക്ക് ഇന്ന് ക്യാമ്പിൽ നിന്ന് ആളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് കാരണം. അലക്സ്, അപ്പൊ പിന്നെ എസ്കോട്ട് പരോള് റദ്ദാക്കാനേ നിവർത്തിയുള്ളൂ. അപ്പൊ പിന്നെ എൻ്റെ കത്രീനെ കൊച്ചിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ സാറേ. എന്നെ ഒന്ന് അവളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റത്തില്ലല്ലേ? ഒരു പിടി മണ്ണ് പോലും വാരിയിടാൻ ഒക്കത്തില്ല.